ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ റേഷ്യോ അഥവാ അംശബന്ധത്തിലെ ആദ്യത്തെ പാർട്ടാണ്. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ അഥവാ ചതുരം വരച്ചിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 സെൻറ്റിമീറ്ററുമാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ റേഷ്യോ കാണാം. റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്, അതായത് ഒരേപോലത്തെ രണ്ട് സംഗതികളെ കമ്പയർ ചെയ്യുക. ഇവിടെ വിഡ്ത്തും ഹൈറ്റും രണ്ടും നീളങ്ങളാണ് അല്ലെ, രണ്ട് ലെങ്ത്തുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ റേഷ്യോ ഓഫ് വിഡ്ത്ത് ടു ഹൈറ്റ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇപ്പൊ റേഷ്യോയുടെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ രണ്ട് കൊത്തിടുക. ഓക്കെ, അതാണ് റേഷ്യോയുടെ സിമ്പൽ. ഇവിടെ ആരൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്? വിഡ്ത്ത് ടു ഹൈറ്റ്. വിഡ്ത്തിനെ ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ വിഡ്ത്തിൻ്റെ നീളം എത്രയാണോ അത് വേണം നമ്മൾ ആദ്യം എഴുതാൻ. അതായത് ഇവിടുത്തെ ഈ ഓർഡർ ചേഞ്ച് ചെയ്യാനേ പറ്റത്തില്ല. വിഡ്ത്ത് ടു ഹൈറ്റ് ആകുമ്പോൾ വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ സിമ്പൽ ഇടുക, ഈസ് ടു 2 സെൻറ്റിമീറ്റർ. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന്, നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ ഒരിക്കലും ഈ യൂണിറ്റ് എഴുതാറില്ല. മനസ്സിലായോ? 6:2 എന്നെഴുതിയാൽ മതി. അപ്പം ആദ്യം പറഞ്ഞത് റേഷ്യോ എന്താണ്? ആദ്യം പറഞ്ഞത് ഇത് കമ്പാരിസൺ ആണ്. ഒരേ സംഗതികളെ കമ്പയർ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കിലോഗ്രാമും സെൻറ്റിമീറ്ററും കൂടെ കമ്പയർ ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരേ സംഗതികളെ കമ്പയർ ചെയ്യണം. രണ്ടാമത്തെ എന്താണ്? റേഷ്യോയുടെ സിമ്പൽ പറഞ്ഞു. സിമ്പൽ ഇങ്ങനെയാണ് ഇടുന്നത്. മൂന്നാമത് പറഞ്ഞ എന്താണ്? വിഡ്ത്ത് ടു ഹൈറ്റ് ആകുമ്പോൾ ആദ്യം വിഡ്ത്ത് എഴുതണം, എന്നിട്ടേ ഹൈറ്റ് എത്രയാണോ അത് എഴുതാവൂ. ഓർഡർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, ഈ 6ഉം 2ഉം ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സാണ്. അതായത് റേഷ്യോ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും അത് നാച്ചുറൽ നമ്പറിലേ എഴുതാവൂ. മസ്റ്റ് ബി ഇൻ നാച്ചുറൽ നമ്പർ. എണ്ണൽ സംഖ്യയിൽ മാത്രമേ എഴുതാവുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു, ഇവിടെ യൂണിറ്റ് നമ്മൾ എഴുതാറില്ല. നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ, കമ്പയർ ചെയ്ത് റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതരുത്. ഡോണ്ട് റൈറ്റ് ദ യൂണിറ്റ്. അതായത് സെൻറ്റിമീറ്ററെന്നോ മീറ്ററെന്നോ കിലോഗ്രാമെന്നോ അങ്ങനെ മാർക്കെന്നോ അങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റേഷ്യോ എന്ന് പറയുന്നത് ഡിവിഷനാണ്. അതായത് 6:2 എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ബൈ ഡിവിഷനാണ്. അപ്പോൾ 6/2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിനെ കമ്പാരിസൺ ബൈ ഡിവിഷൻ നോക്കാം. ഇനി നമുക്കറിയാം ഇതൊരു ഭിന്നസംഖ്യയാണ്, ഒരു ഫ്രാക്ഷൻ ആണ്. ഇതിനെ വെട്ടി ചെറുതാക്കാൻ നമുക്കറിയാം അല്ലെ. സ്മോളസ്റ്റ് ഫോമിൽ ചെറിയ നമ്പറിലേക്ക് കൊണ്ടുവരാൻ അറിയാം. രണ്ടും ഇരട്ട സംഖ്യകളാണ്, ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 കൊണ്ട് വെട്ടി ചെറുതാക്കാം. അതായത് 2ന്റെ ടേബിളിൽ എവിടെയാണ് 6 വരുന്നത്? 3 പ്രാവശ്യം. 2ന്റെ ടേബിളിൽ 2 വരുന്നത് 1 പ്രാവശ്യം. നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് നമ്മൾ റേഷ്യോയിൽ തന്നെ എഴുതണം. അതായത് ഈ സിമ്പൽ ഉപയോഗിച്ച് തന്നെ എഴുതണം. ഇപ്പൊ ന്യൂമറേറ്ററിലുള്ള അംശത്തിലുള്ള ആദ്യം എഴുതുക, എന്നിട്ട് ആ ചിഹ്നം ഇടുക. ഡിനോമിനേറ്ററിലുള്ളത് രണ്ടാമത് എഴുതുക, ഛേദത്തിലുള്ളത് രണ്ടാമത് എഴുതുക. അപ്പൊ 6ാമത്തെ പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം? ഇത് ലോവസ്റ്റ് ഫോമിലായിരിക്കണം, അല്ലെ സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കണം. അതായത് വെട്ടിച്ചെറുതാക്കി, അതായത് കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാവരുത്. കോമൺ ഫാക്ടർ ഉള്ള 6ലും 2ലും കോമൺ ഫാക്ടർ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ആ 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കി 3/1 അല്ലെ 3:1 എന്ന് എഴുതിയത്. ഇനി ഇത് ഈ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 6:2 എന്നുള്ളത് 2ന്റെ ടേബിളിൽ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഓരോന്നിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇപ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 1, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 1. സെയിം ആൻസർ കിട്ടിയില്ല. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി വലിയ നമ്പറൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം ഫ്രാക്ഷൻ രീതിയിലായിരിക്കും ചെയ്യുന്നത്.
ഇനി ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതും ഒരു റെക്റ്റാങ്കിൾ തന്നെയാണ്. ഇവിടെയും റേഷ്യോ വിഡ്ത്ത് ടു ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വിഡ്ത്ത് ഇവിടെ 4.5 സെൻറ്റിമീറ്റർ. ആദ്യം കിടക്കുന്നത് വിഡ്ത്താണ്. ആ വിഡ്ത്തിൻ്റെ നീളം 4.5 എന്ന് എഴുതുക. ഈസ്റ്റു സിമ്പൽ ഇടുക, റേഷ്യോയുടെ സിമ്പൽ. ഇനി ഹൈറ്റ് ആണ് വേണ്ടത്. ഹൈറ്റ് 1.5 സെൻറ്റിമീറ്റർ ആണ്. യൂണിറ്റ് എഴുതരുത്, സെൻറ്റിമീറ്റർ എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. രണ്ടും സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. ഇനി ഒരെണ്ണം സെൻറ്റിമീറ്ററിലും ഒന്ന് മീറ്ററിലും ആണെങ്കിൽ നമ്മളത് കൺവേർട്ട് ചെയ്ത് സെയിം യൂണിറ്റിൽ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റും കൂടെ എഴുതണം. ഡോണ്ട് റൈറ്റ് ദ യൂണിറ്റ്. പിന്നെ എന്ത് എഴുതണം? 7ാമത്തെ പോയിന്റ് ആയിട്ട് സെയിം യൂണിറ്റ് ആയിരിക്കണം അല്ലേ? സെയിം യൂണിറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് സെൻറ്റിമീറ്റർ ഒന്ന് മീറ്ററിലും ആണെങ്കിൽ നമ്മൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുക, മാറ്റിയിട്ട് റേഷ്യോ കാണുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സുകളെല്ലാം ഓർത്തിരുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് ഡെസിമലാണ്, ദശാംശ സംഖ്യയാണ്. ഇത് എണ്ണൽ സംഖ്യ അല്ല, നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ എന്തെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റാം, അല്ല ഡിവൈഡ് ചെയ്ത് മാറ്റാം. എന്താണോ നമ്മൾ ഒരു വശത്ത് ചെയ്യുന്ന അതേ സെയിം സംഗതി നമ്മൾ മറ്റേ സൈഡിലും ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താലാണ് നമുക്കിതിനെ ഡെസിമൽ ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ? ദശാംശ ബിന്ദു ഇല്ലാതെ ആക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം, രണ്ടിടത്തും ഒരു ഡെസിമലിന് ശേഷം ഒരൊറ്റ അക്കവേ ഉള്ളൂ. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതായത് 4.5 ഇൻറ്റു 10 ചെയ്യുക, 1.5നെയും ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ എന്താ, നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? അതായത് നമ്മൾ എന്ത് ചെയ്യുന്നോ അതേ സംഗതി ഇവിടെയും ചെയ്യുന്നു അല്ലേ? ഇപ്പം നമ്മൾ ഫ്രാക്ഷനിൽ അത് തന്നെയാണല്ലോ ചെയ്തത്. ഫ്രാക്ഷനിൽ ഇപ്പോൾ 2/3ക്ക് ഇക്വലന്റ് ഫ്രാക്ഷൻ ഉണ്ടാക്കുമ്പം ഇൻറ്റു 2 ചെയ്താൽ ഇവിടെയും ഇൻറ്റു 2 തന്നെ ചെയ്യണം. അതേ സെയിം സംഗതി. ഇവിടെ ഡെസിമൽ മാറ്റണം. അതുകൊണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10 ആണ്. അപ്പോൾ 4.5 ഇൻറ്റു 10 എന്താണ്? 45 ആണ്. ഈസ്റ്റു 1.5 ഇൻറ്റു 10 15 ആണ്. ഇനി ഇത് ലോവസ്റ്റ് ഫോമിൽ അല്ല, അപ്പം നമുക്ക് ഇതിനെ വെട്ടിച്ചെറുതാക്കാം. അപ്പോൾ 45ഉം 15നെയും 45:15 45/15 എഴുതാമല്ലോ. ഇത് ഏതിൻ്റെ ടേബിളിലാണ്? ഇത് ലാസ്റ്റ് അക്കം നോക്കിക്കേ, 5 കിടക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും 5. അപ്പോൾ ഇത് രണ്ടും 5ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 5ൻ്റെ ടേബിളിൽ 5 ഇൻറ്റു 9 ആണ് 45 അല്ലേ? 5 ഇൻറ്റു 3 അല്ലേ 15? ഈ 5ഉം 5ഉം കട്ട് ചെയ്തു പോയി. പിന്നെ ബാക്കി എന്തുണ്ട്? 9/3 ഉണ്ട്. ഈ 9/3 നമുക്ക് ഏതിൻ്റെ ടേബിളിൽ 9ഉം 3യും കാണാം? 3യുടെ ടേബിളിലാണ് അല്ലേ? അതായത് 3 ഇൻറ്റു 3യും 9 ആണ്. 3 ഇൻറ്റു 1 3 ആണ്. അപ്പോൾ 3 ക്യാൻസൽ ആയി പോയല്ലോ. ബാക്കി എന്തുണ്ട്? 3/1 അല്ലെങ്കിൽ അത് 3:1 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 4.5:1.5നെ 3:1 എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇപ്പോൾ ഡെസിമലിൽ വരാൻ പറ്റുമോ? ഇല്ല, ഡെസിമലിൽ ഒരിക്കലും വരരുത്. അതായത് ഡെസിമൽ മാത്രമല്ല, നെഗറ്റീവ് വരാൻ പാടില്ല, ഫ്രാക്ഷൻ വരാൻ പാടില്ല. എങ്ങനെ വരാൻ പറ്റത്തുള്ളൂ? നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യയായിട്ട് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3:1 3യും 1ഉം എണ്ണൽ സംഖ്യ അല്ലേ? അപ്പം നമ്മുടെ ആദ്യത്തെ ഫിഗറിൽ വിഡ്ത്ത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 സെൻറ്റിമീറ്ററും ആയിരുന്നു. നമ്മൾ എടുത്തത് എന്താണ്? വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് ആണ്. റേഷ്യോ ഓഫ് വിഡ്ത്ത് ടു ഹൈറ്റ് അല്ലേ? വിഡ്ത്ത് ടു ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടി? 3:1 എന്ന് കിട്ടി. ഇനി നേരെ തിരിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അങ്ങനെ ചോദിക്കാമല്ലോ. അപ്പോൾ ആദ്യം ഏത് എഴുതാവുള്ളൂ? ഹൈറ്റ് എഴുതാവുള്ളൂ. ഹൈറ്റ് എത്രയാണ്? 2:, ഇത് വായിക്കുന്നത് ഈസ്റ്റു. വിഡ്ത്ത് എത്രയാണ്? 6. അപ്പോൾ 2/6 എന്ന് എഴുതാമല്ലോ. 2ഉം 6ഉം ഏതിൻ്റെ ടേബിളിലുണ്ട്? 2ൻ്റെ ടേബിളിലുണ്ട്. അല്ലെങ്കിൽ 2 ഇൻറ്റു 1 ആണ് 2, 2 ഇൻറ്റു 3 ആണ് 6. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് ബാക്കി എന്തുണ്ട്? 1/3. ആ 1/3 നമുക്ക് ഇങ്ങനെ എഴുതാം, 1:3. മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ ആദ്യം എഴുതുക, താഴെ എഴുതിയിരിക്കുന്ന രണ്ടാമത് എഴുതുക. ക്ലിയർ ആയല്ലോ? ഇനി
ഇതാണല്ലോ നമ്മുടെ റെക്റ്റാങ്കിൾ. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലാണല്ലോ നമ്മൾ റേഷ്യോ എടുത്തത് അല്ലേ. ഇനി വിഡ്ത്ത് നമുക്ക് ആദ്യം തന്നിരുന്നത് 6 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഹൈറ്റ് തന്നിരുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ അതിൻ്റെ റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് 3:1 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? വിഡ്ത്തിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണ്. അതായത് അതിൻ്റെ വിഡ്ത്തിൻ്റെ 1/3 ഭാഗമാണ് ഹൈറ്റ്, അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ 3 ഇരട്ടിയാണ് വിഡ്ത്ത്. പറയാമല്ലോ. അങ്ങനെ ആണെങ്കിൽ ഹൈറ്റ് ഇപ്പോൾ 2 വന്നപ്പോൾ എന്ത് വന്നു? 2ൻ്റെ 3 ഇരട്ടി, അതായത് 2 × 3 ആണ് 6. അപ്പോൾ ഹൈറ്റ് 3 വന്നാൽ എന്ത് ചെയ്യും? 3 × 3 9 വിഡ്ത്ത് വരും. അപ്പോൾ ഹൈറ്റ് 4 വന്നാലോ? 4 × 3 12 ആയിരിക്കും വിഡ്ത്ത്. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. മനസ്സിലായോ? ഇങ്ങനെ, അതായത് ഒന്ന് മറ്റേതിൻ്റെ എത്ര ഇരട്ടി അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും. ഞാനിവിടെ കുറച്ച് ഫിഗർ വരച്ചിട്ടുണ്ട്. അതായത് സെയിം സൈസിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്, സെയിം സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതുകയാണെങ്കിൽ 1/2 ഷെയ്ഡ് ചെയ്താന്ന് പറയാം അല്ലേ. 1/2 അല്ലെങ്കിൽ 1:2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തതും ടോട്ടലും തമ്മിലുള്ള റേഷ്യോയാണ് 1:2 അല്ലേ. സെയിം തന്നെ ഞാൻ ഇവിടെ താഴോട്ടുള്ള ഫിഗറിലും ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അത് സെയിം ഭാഗം തന്നെ ഷെയ്ഡ് ചെയ്ത് വിടുകയാണ്. സെയിം ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. അപ്പം ഇത്രയും ഭാഗമാണ് ഷെയ്ഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോന്നിനും നമുക്ക് റേഷ്യോ എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എത്രയുണ്ട്? 4 എണ്ണം. അപ്പോൾ 2:4 നമുക്ക് എഴുതാമല്ലോ അല്ലേ. ഷെയ്ഡ് ചെയ്തത് ഈസ്റ്റ് ടോട്ടൽ. ഇവിടെ ഷെയ്ഡ് ചെയ്തത് എത്ര എണ്ണമാണ്? 4 എണ്ണം. ഈസ്റ്റ് ടോട്ടൽ എത്രയാണ്? 8. ഇവിടെ ഷെയ്ഡ് ചെയ്ത എണ്ണി നോക്കിക്കുക. 1 2 3 4 5 6 7 8 എണ്ണം. 8 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 16 എണ്ണം. അപ്പം ഇതെല്ലാം ഈ ഫിഗറിൽ നിന്ന് കാണിക്കുന്ന എന്താണ്? സെയിം തന്നെയല്ല ഈ കാണിക്കുന്നത്. അതായത് ഈ റേഷ്യോകളുടെ എല്ലാം വാല്യൂസ് സെയിം ആണെന്നല്ലേ. അതായത് 1:2 തന്നെയാണ് 2:4. അത് തന്നെയാണ് 4:8. അത് തന്നെയാണ് 8:16. അപ്പോൾ നോക്കിക്കേ, ഈ 8:16 വെട്ടി ചെറുതാക്കി, അതായത് 8/16 എഴുതിയിട്ട് ഇത് 2ൻ്റെ ടേബിളിലുണ്ട്, അങ്ങനെ വെട്ടി ചെറുതാക്കി 1:2 ആക്കാം. അല്ലെ 4/8 ആണെങ്കിലും 4ഉം 8ഉം 4ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 1:2 എന്ന് അതിനെ എഴുതാം. 2:4നെ 2/4 2ൻ്റെ ടേബിളിലുണ്ട്, അതിനെ 1:2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം വാല്യൂ സെയിം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റേഷ്യോയിൽ നമ്മൾ ഓർത്തിരിക്കുക. റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ബൈ ഡിവിഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ നമുക്ക് എഴുതാം. സിമ്പൽ ഈസ്റ്റു എന്നാണ് വായിക്കുന്നത്. പിന്നെ അത് ഓർഡർ നിർബന്ധമാണ്. ആദ്യം എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ നമ്പർ എഴുതണം, എന്നിട്ടേ രണ്ടാമത്തെ എഴുതാവുള്ളൂ. പിന്നെ നാച്ചുറൽ നമ്പറിലേ പറ്റത്തുള്ളൂ, ഡെസിമലോ ഫ്രാക്ഷനോ ഒന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ റേഷ്യോ എഴുതുമ്പോൾ അതിനകത്ത് യൂണിറ്റ് ഒന്നും എഴുതത്തില്ല. സെയിം സംഗതികളാണ് കമ്പയർ ചെയ്യേണ്ടത്. മറന്നു പോകരുത്, സെയിം സംഗതികളാണ് കമ്പയർ ചെയ്യേണ്ടത്. സെയിം യൂണിറ്റും ആയിരിക്കണം. ഇപ്പം 1 കിലോഗ്രാം 1 ഗ്രാമിലും ആണെങ്കിൽ കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റണം. പിന്നെ നമ്മൾ എപ്പോഴും എഴുതുന്നത് അതിൻ്റെ ലോവസ്റ്റ് ഫോമിലായിരിക്കും. ഇനി നമുക്ക് പേജ് നമ്പർ 87 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്: റൈറ്റ് ഡൗൺ ദ റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ടു വിഡ്ത്ത് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് റെക്ടാംഗിൾസ് യൂസിങ് ദ സ്മോളസ്റ്റ് പോസിബിൾ നാച്ചുറൽ നമ്പേഴ്സ്. ഒന്നാമത്തത് ഹൈറ്റ് 8 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൈറ്റ് ടു വിഡ്ത്ത്. കണ്ടോ, ഹൈറ്റ് ടു വിഡ്ത്ത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്തേ എഴുതാവുള്ളൂ? ഹൈറ്റ് എഴുതാവുള്ളൂ. ഹൈറ്റ് 8:10. ഇത് ഈ നമ്പർ എഴുതുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് 2 സെൻറ്റിമീറ്ററിലാണോ കിടക്കുന്നത്, ഒരേ യൂണിറ്റിലാണോ കിടക്കുന്നത് നോക്കുക, എന്നിട്ടേ നമ്പർ എഴുതാവുള്ളൂ. ഇനി 2 യൂണിറ്റിലുള്ള ചോദ്യം ഞാൻ തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും.
8:10 എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു? 8/10 എന്ന് എഴുതാം. ഈ ചെറിയ ഫോൺ നമ്പറിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് എഴുതണം. ആ രീതി കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ആദ്യം നോക്കേണ്ടത് ഈവൻ നമ്പേഴ്സ് ആണോ എന്ന് നോക്കുക. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അത് 2ന്റെ ടേബിളേ വരും അല്ലെ. അപ്പൊ 2 ഇൻറ്റു ഏതാണ് 8 എന്ന് നോക്കുക. 2 ഇൻറ്റു 4 ആണ് 8. 2 ഇൻറ്റു ആ സെയിം ടേബിളേ വേണം താഴത്തെ നമ്പറും വരാനായിട്ട്. 2 ഇൻറ്റു 5 ആണ് 10. അപ്പൊ ഈ 2ഉം 2ഉം ക്യാൻസലായി പോകുമല്ലോ. 2ഉം 2ഉം പോയിട്ട് പിന്നെ ബാക്കി എന്തുണ്ട്? 4/5. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ന്യൂമറേറ്റർ ആദ്യം എഴുതുക (5). ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ നോക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ ഹൈറ്റ് 8 സെന്റിമീറ്റേഴ്സും വിഡ്ത്ത് 12 സെന്റിമീറ്റേഴ്സും തന്നിരിക്കുന്നത്. നമുക്ക് ഹൈറ്റ് ഈസ്റ്റ് വിഡ്ത്ത് ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം ഹൈറ്റ് എത്രയാണോ അത് എഴുതുക. ഹൈറ്റ് 8 ആണ്, ഈസ്റ്റ് വിഡ്ത്ത് 12 ആണ്. നമുക്കറിയാവുന്ന എന്താണ്? ഡിവിഷനായിട്ട് എഴുതാം. 8/12 എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ നമ്പർ വേണം മുകളിൽ വരാൻ, രണ്ടാമത്തെ നമ്പർ വേണം താഴെ വരാൻ. ഇനി 8ഉം 12ഉം രണ്ടും ഇരട്ട സംഖ്യകളാണ്. രണ്ടും ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് 2ന്റെ ടേബിളിലുണ്ട് അല്ലെ. 2 നമ്പറും 2ന്റെ ടേബിളിലുണ്ട്. ഇനി 2ന്റെ ടേബിളിൽ എത്രയാണ് 8? 4 ടൈംസ് ആണ്. 2ന്റെ ടേബിളിൽ 6 ടൈംസ് ആണ് 12. അപ്പോൾ ഈ 2 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നത് അല്ലേ. ഈ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള എത്രയാണ്? 4/6. ഇനി 4/6 നമ്മൾ നോക്കി അറിയാം 4ഉം 6ഉം ഈവൻ നമ്പേഴ്സാണ്, ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ അതിനെ വീണ്ടും 2ന്റെ ടേബിളിൽ നമ്പേഴ്സ് ആയിട്ട് എഴുതാമല്ലോ. 2ന്റെ ടേബിളിൽ 2 ടൈംസ് ആണ് 4, 3 ടൈംസ് ആണ് 6. അപ്പോൾ വീണ്ടും 2ഉം 2ഉം ക്യാൻസൽ ആയല്ലോ. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 2/3. അതിനെ എങ്ങനെ എഴുതാം? 2:3 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. ഇനി മൂന്നാമത്തെ നോക്കാം. ഇതാ ഈ ചോദ്യം ശ്രദ്ധിച്ച്. ഹൈറ്റ് 20 സെന്റിമീറ്റേഴ്സും വിഡ്ത്ത് 1 മീറ്ററും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഈസ്റ്റ് വിഡ്ത്ത് ആണ്. പക്ഷെ നമ്മൾ നമ്പർ എഴുതുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഒരേ യൂണിറ്റിലാണോ കിടക്കുന്നത്? ഒരേ യൂണിറ്റിലാണോ? അല്ല. അപ്പം നമ്മൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റും. കാരണം വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോവുകയാണ് ഏറ്റവും എളുപ്പം. അന്നേരം ഡെസിമൽ വരികയില്ല. അതുകൊണ്ടാണ് സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാതെ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കിയത്. ക്ലിയർ ആയോ? നമുക്ക് പിന്നെ അറിയാവുന്ന എന്താണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു സംഗതി ഓർത്തിരിക്കുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ടും സെൻറ്റിമീറ്ററിലായല്ലോ. ഇനി 20. ആദ്യം ഹൈറ്റ് ആണ് എഴുതേണ്ടത്. ഹൈറ്റ് 20 ആണ്. അപ്പോൾ 20 ഈസ്റ്റ് വിഡ്ത്ത് 100. നമുക്കറിയാം 20/100 എന്ന് എഴുതാൻ അറിയാം. ഇനി വൺസ് പ്ലേസിൽ, അതായത് അവസാനത്തെ നമ്പർ 0 വന്നാൽ നമുക്ക് ആദ്യമേ എഴുതിക്കോണം അത് 10ന്റെ ടേബിളിലാണ്. നമുക്കറിയാം ഇത് 2 ഈവൻ നമ്പറാണ്, ഇരട്ടസംഖ്യയാണെന്ന് അറിയാം. പക്ഷെ 2 വെച്ച് ഹരിക്കുമ്പോൾ കുറേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വൺസ് പ്ലേസിൽ 0 വന്നാൽ, അവസാനത്തെ നമ്പർ 0 വന്നാൽ 10ന്റെ ടേബിൾ എടുക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ 10ന്റെ ടേബിളിൽ എത്ര വരുമ്പോഴാണ് 20 വരുന്നത്? 2 വരുമ്പോൾ 10ന്റെ ടേബിളിൽ 10 വരുമ്പോഴാണ് 100 ആണ്. അപ്പോൾ 10ഉം 10ഉം ക്യാൻസൽ ആക്കി കളയാവല്ലോ. പിന്നെ ബാക്കി എന്തുണ്ട്? 2/10. 2/10 അത് ഇരട്ട സംഖ്യയാണ്. അപ്പം നമുക്ക് ഏതിൻ്റെ ടേബിളിലാണ്? 2ന്റെ ടേബിളിൽ 2 നമ്പറും വരുന്നുണ്ട്. 2ന്റെ ടേബിളിൽ 1 ടൈം ആണ് 2. 2ന്റെ ടേബിളിൽ 5 ടൈം ആണ് 10. വീണ്ടും 2 ക്യാൻസൽ ആയി പോയി. പിന്നെ ബാക്കിയുള്ളത് 1/5 ആണ്. അതിന് 1:5. മുകളിലുള്ളതിന് ആദ്യം എഴുതുക, താഴെയുള്ളതിന് രണ്ടാമത് എഴുതുക. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നാലാമത്തെ ചോദ്യത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈറ്റ് 40 സെൻറ്റിമീറ്റേഴ്സും വിഡ്ത്ത് 1 മീറ്ററും. നമുക്കറിയാം ഹൈറ്റ് ഈസ്റ്റ് വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും വിഡ്ത്ത് മീറ്ററിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. ഹൈറ്റ് എത്രയാണ്? 40 ഈസ്റ്റ് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കിയപ്പോൾ 100 ആയി. ഇനി ഇതിനെ 40/100 എന്ന് എഴുതാം. ഇനി ഞാൻ പറഞ്ഞു വൺസ് പ്ലേസിൽ 0 വന്നാൽ 10ന്റെ ടേബിൾ.
ഇനി ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുതരാം. വൺസ് പ്ലേസിൽ 0 വന്നാൽ ആ 0യെ ക്യാൻസൽ ചെയ്യാം. വേറൊരു നമ്പറിനും ബാധകമല്ല, 0ന് മാത്രമേ ബാധകമുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വേറൊരു നമ്പറും നിങ്ങൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയരുത്. അപ്പോൾ 4/10 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 20യും 100, ഈ 0യും ക്യാൻസൽ ചെയ്ത് 2/10 എന്ന് വന്നില്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ല ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി 4/10 2 ഈവൻ നമ്പർ ആയതുകൊണ്ട് 2ൻ്റെ ടേബിളിലുണ്ട്. 2 2s are 4ഉം 2 5s are 10ഉം ആണ് അല്ലേ? അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയല്ലോ. പിന്നെ ബാക്കി എന്തുണ്ട്? 2/5നെ 2:5 എന്ന് നമുക്ക് എഴുതാം. ഇനി അഞ്ചാമത്തതും കൂടെ നോക്കാം. ഹൈറ്റ് ഈക്വൽ ടു 1.5 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററും. നമുക്ക് ഹൈറ്റ് ഈസ് ടു വിഡ്ത്താണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഡെസിമൽ വരാൻ പാടില്ല, നമുക്ക് എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ രണ്ടും സെയിം യൂണിറ്റ് ആണ്. ആദ്യം നോക്കേണ്ട യൂണിറ്റ് സെയിം ആണോ എന്നാണ്. പിന്നെ നമുക്ക് ഡെസിമലും ഫ്രാക്ഷനും ഒക്കെ മാറ്റാം. ഇപ്പോൾ 1.5:2 എന്നാണല്ലോ ഞാൻ പറഞ്ഞു. ഡെസിമലിനെ മാറ്റാൻ വേണ്ടി നമുക്ക് എളുപ്പവിദ്യ, ഡെസിമലിന് ശേഷം ഒറ്റ അക്കവേ ഉള്ളൂ. അപ്പോൾ × 10 രണ്ട് വശത്തും ചെയ്താൽ മതിയല്ലോ. അപ്പോൾ × 10 ചെയ്യുമ്പോൾ എന്ത് വരും? 1.5 × 10 15 വരും. 2 × 10 20 വരും അല്ലേ? ഇനി നമുക്കതിന് ഫ്രാക്ഷനായിട്ട് എഴുതാമല്ലോ. 15/20 എന്ന് എഴുതാം. രണ്ടും, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് അവസാനത്തെ അക്കം, അവസാനത്തെ നമ്പർ 5ഉം 0യും വന്നാൽ 5ൻ്റെ ടേബിളിൽ. അപ്പോൾ ഓരോന്നും ശ്രദ്ധിക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ 2ൻ്റെ ടേബിള്, ലാസ്റ്റ് 0 വന്നാൽ 0 അങ്ങ് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ 10ൻ്റെ ടേബിളിൽ ലാസ്റ്റ് 5ഓ 0യോ വന്നാൽ 5ൻ്റെ ടേബിളിൽ. ക്ലിയർ ആവുന്നുണ്ടോ? 5ൻ്റെ ടേബിളിൽ 3 ടൈംസ് ആണ് 15, 4 ടൈംസ് ആണ് 20. ഈ 5 ക്യാൻസൽ ചെയ്യാമല്ലോ. ബാക്കി 3/4 വന്നു, അതായത് 3:4. ക്ലിയർ ആയല്ലോ ഈ ചോദ്യങ്ങളെല്ലാം? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്. ഇൻ ദ ടേബിൾ ബിലോ ദ ഹൈറ്റ്, വിഡ്ത്ത് ആൻഡ് ദെയർ റേഷ്യോ ഓഫ് സം റെക്ടാങ്കിൾസ് ആർ ഗിവൺ ബട്ട് ഓൺലി 2 ഓഫ് ഈച്ച്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഹൈറ്റും വിഡ്ത്തും തന്നിട്ടുണ്ട്, റേഷ്യോ കാണണം. ചിലപ്പം ഹൈറ്റും റേഷ്യോയും തരും, വിഡ്ത്ത് കാണണം. ചിലപ്പം വിഡ്ത്തും റേഷ്യോയും തരും, ഹൈറ്റ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോ ഇവിടെ എന്താണ്? റേഷ്യോ എങ്ങനെ കാണുന്നത്? ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 6:8 ആണ് നമുക്ക് കാണേണ്ടത്. 6:8ന് 6/8 എന്ന് എഴുതാം. 6/8 എന്ന് പറയുമ്പോൾ 2 ഈവൻ നമ്പർ ആയതുകൊണ്ട് 2ൻ്റെ ടേബിളിലുണ്ട്. 2 × 3 ആണ് 6, 2 × 4 ആണ് 8. അപ്പോൾ 2 ക്യാൻസൽ ആയി പോയിട്ട് 3:4 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാമല്ലോ, 3:4. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഹൈറ്റ് 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, പിന്നെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 3:4. അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് ആണല്ലോ. അപ്പോൾ ഹൈറ്റ് തന്നെയാണ് റേഷ്യോയിലും കിടക്കുന്നത്, രണ്ടും സെയിം നമ്പറാണ്. അപ്പോൾ ഇവിടെ എത്ര വന്നു? 4 സെൻറ്റിമീറ്റർ വന്നു. മൂന്നാമത്തതിൽ ഹൈറ്റ് 3/4 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? റേഷ്യോ കാണണം. അപ്പോൾ 3/4:1 എന്ന് വരുമല്ലോ അല്ലേ? നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ പറ്റുമോ? ഫ്രാക്ഷൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഈ 4 ഡിനോമിനേറ്ററിൽ 4 പോകണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 4ഉം 4ഉം ക്യാൻസൽ ആയിക്കൊള്ളുക. അപ്പോൾ റേഷ്യോയുടെ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്തോ അത് തന്നെ ആയിരിക്കണം വലതുവശത്തും ചെയ്യേണ്ടത്. അപ്പോൾ 1 × 4. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ആയിട്ട് ബാക്കി എന്തുണ്ട്? 3:1. 1 4s are 4. 3:4 എന്ന് വന്നല്ലോ. അപ്പോൾ ഈ ആൻസർ 3:4. ഇനി നാലാമത്തതിൽ ഹൈറ്റ് തന്നിട്ടില്ല, വിഡ്ത്ത് 1 തന്നിട്ടുണ്ട്, റേഷ്യോ 3:4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേഷ്യോ 3:4 ആണെങ്കിൽ 3/4 ആണല്ലോ. 3:4 അവിടെ ഡിനോമിനേറ്റർ 1 ആവണം. അതായത് ഈ രണ്ടും ഇവിടെ
അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നോക്കിക്കേ, ഈ റേഷ്യോയും തുല്യമല്ല, ഈക്വൽ അല്ല. അതായത് ഫസ്റ്റ് റേഷ്യോയിൽ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് റേഷ്യോയിൽ ഫസ്റ്റ് നമ്പറും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം തന്നെയാണ് ഫസ്റ്റ് റേഷ്യോയിലെ രണ്ടാമത്തെ നമ്പരും സെക്കൻഡ് റേഷ്യോയിലെ രണ്ടാമത്തെ നമ്പരും. ആ ബന്ധം എന്താണ്? അപ്പോൾ അതായത് എന്തുകൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുകയോ എന്തുകൊണ്ടെങ്കിലും ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ 3/4 ഇവിടെ എന്താ, ഹൈറ്റ് ഈസ്റ്റ് വിഡ്ത്ത്. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് അറിയത്തില്ല, വിഡ്ത്ത് അറിയാം 1 ആണ്. അപ്പോൾ 4നെ എന്ത് ചെയ്തപ്പോഴാണ് 1 കിട്ടുന്നത്? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. പക്ഷേ 3യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫ്രാക്ഷൻ വരികയല്ലേ? അത് പറ്റുമോ? അത് പറ്റും. 3/4 റേഷ്യോ ആയിട്ടല്ലല്ലോ നമ്മളിവിടെ എഴുതുന്നത്. നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, പക്ഷെ റേഷ്യോ ആയിട്ടല്ല നമ്മളിവിടെ ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ ആണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ പറ്റുകയില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ 3/4 ആണ് നമ്മുടെ ആൻസർ. കണ്ടോ, ഈ രണ്ട് സ്റ്റെപ്പും സെയിം അല്ല, രണ്ട് ക്വസ്റ്റ്യനും സെയിം ആയിട്ട് വന്നില്ലേ? ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം, ഇവിടെ 6 തന്നിട്ടുണ്ട്, ഹൈറ്റ് 15 തന്നിട്ടുണ്ട്, വിഡ്ത്ത്. അപ്പം റേഷ്യോ കാണണമല്ലോ. അപ്പോൾ 6:15 ആണ് കാണേണ്ടത്. അതായത് 6/15 എഴുതാം. ഇത് രണ്ടും ഏതിൻ്റെ ടേബിളിലാണ്? 3യുടെ ടേബിളിലാണ് 6ഉം 15ഉം ഉള്ളത് അല്ല. 3 2s are 6ഉം 3 5s are 15ഉം. അപ്പോൾ 3 ക്യാൻസൽ ആയി പോയാലും ബാക്കി എന്തുണ്ട്? 2:5. ക്ലിയർ ആയല്ലോ? 2:5. ഇനി അടുത്ത ചോദ്യത്തിൽ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടില്ല, റേഷ്യോ 2:5 ആണ്. അപ്പോൾ ഇവിടെ 2 തന്നെയല്ല, സെയിം നമ്പർ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, 5 എഴുതിയാൽ മതി. 2:5. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഹൈറ്റ് തന്നിട്ടില്ല, വിഡ്ത്ത് 1ഉം റേഷ്യോ 2:5ഉമാണ്. അപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ റേഷ്യോ 2:5 എന്നാണ്, 2/5 ആണ്. ഹൈറ്റ് തന്നിട്ടില്ല, വിഡ്ത്ത്, ഹൈറ്റാണ് മുകളിലത്തെ, തന്നിട്ടില്ല. വിഡ്ത്ത് 1 ആണ്. 1 കിട്ടണമെങ്കിൽ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ 1 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2/5 ആണ് ആൻസർ. ഹൈറ്റ് 2/5 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം എഴുതി പഠിക്കുക. നമുക്ക് ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യും.